ഹലോ ഹായ് നമസ്കാരം. നെല്ലിക്കാമ്പൊഴിയിൽ നൈറ്റ് റൈഡേഴ്സ് സിനിമ കണ്ടു. സിനിമ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഫിലിം എന്നൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഈ സിനിമ ഒരു ഹൊറർ കോമഡി ജോണറാണ്. ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറർ സീൻസ് ആണ്. ഹൊറർ സീൻസ് ഒക്കെ അടിപൊളിയായിട്ട് ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആ നൈറ്റ് സീൻസും ആ ലൈറ്റിങ്ങും സൗണ്ടും ആ ഒരു ഹൊറർ മൂഡും ഒക്കെ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൊറർ സീൻസ് ശരിക്കും നമ്മൾ ഞെട്ടിക്കും. ഒരുപാട് ജംപ് സ്കെയർ സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ ഓരോ സീനും നമ്മൾ പേടിക്കും, അത്രയ്ക്ക് അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. മാത്യു തോമസ് ആണ് നായകനായിട്ട് വരുന്നത്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ശരത് സഭ ഉണ്ട്, റോഷൻ ഉണ്ട്. ഇവർ മൂന്നുപേരുമാണ് നൈറ്റ് റൈഡേഴ്സ് എന്നുള്ളൊരു ടാഗിൽ വരുന്നത്. അപ്പോൾ ഇവര് നല്ല രസമുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്. ബെർലിൻ ഫിലിപ്പാണ് ഈ ഫിലിമിൽ നായികയായിട്ട് വന്നിരിക്കുന്നത്. ആ പുള്ളിക്കാരത്തെയും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സോങ്സ് അത്യാവശ്യം കൊള്ളായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു. ആ ഹൊറർ ഫീല് കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു. ഓരോ ഷോട്ടുകളും ആ നൈറ്റ് ഷോട്ടുകളൊക്കെ എടുത്തു പറയേണ്ടതാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ അത് അറ്റ്മോസ്ഫിയർ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗഫൽ അബ്ദുള്ളയാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഡയറക്ഷൻ ആയിരുന്നു. ആകെ 2 മണിക്കൂർ സിനിമയുള്ളൂ, എന്നാലും കുറച്ച് സ്ഥലങ്ങളിൽ ചെറിയ ലാഗ് പോലെ സിനിമ നീങ്ങാത്ത പോലെ തോന്നും കുറച്ച് കഴിയുമ്പോൾ നമുക്ക്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരക്കഥയിലാണ്. അപ്പോൾ സ്റ്റോറിയും ആ പ്ലോട്ടൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു ആ ഗ്രാമത്തിൽ ഒരു കുതിരക്കാലുള്ള ഒരാൾ രാത്രി ആളുകളെ പേടിപ്പിക്കാൻ ഇറങ്ങുന്നതും പിന്നെ അതിന്റെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് ഈ നായകന്മാർ ഇതിന്റെ പുറകെ ഇറങ്ങുന്ന അങ്ങനെ ഒരു പ്ലോട്ടാണ്. അപ്പോൾ പ്ലോട്ടും സംഭവമൊക്കെ ഓക്കെ ആയിരുന്നു. തിരക്കഥയിലേക്ക് വന്നപ്പോൾ ആ ഒരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ലൂസായിട്ട് തിരക്കഥ എഴുതിയ പോലെ തോന്നി. കുറേ ഇടങ്ങളിലൊക്കെ നല്ല രീതിയിൽ വരുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ലൂസായി പോകും. പിന്നെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് വന്നൊരു ക്ലൈമാക്സ് പോലെയൊക്കെയാണ് തോന്നിയത്. ഫിലിം കാണുമ്പോൾ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കില്ല. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഒന്നും ക്ലൈമാക്സിലേക്ക് വന്നില്ല. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ കൊള്ളാം, ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു ഫിലിമായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം.